തിരുവനന്തപുരത്തേക്ക് പോകാം. അലക്സറ മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നു. അലക്സ്, ഒരു വളരെ ക്വിക്ക് അപ്ഡേറ്റ്, എന്താണ് ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ? ഗോപി, സംസ്ഥാനത്ത് 3 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ പ്രധാന കാരണമായി പറയുന്നത് ഈ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾപ്പെടെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീനം സംസ്ഥാനത്തുണ്ടാകും. സംസ്ഥാനത്ത് കാലവർഷക്കാറ്റ് ശക്തമാകാൻ കാരണം അതാണ്. ഇന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് ഗോപി. നാളെയും മറ്റന്നാളും 14 ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് അല്ലാത്ത ജില്ലകൾക്കെല്ലാം നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രത തുടരണം. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കനത്ത മഴ കഴിഞ്ഞ മണിക്കൂറുകളായി പെയ്യുകയാണ്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ആ മേഖലയിൽ കൂടുതലാണ്. ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണം. സർക്കാർ സംവിധാനങ്ങളോട് ഉണർന്നിരിക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്കൊന്നും അടുത്ത 3 ദിവസം അവധി നൽകേണ്ടതില്ല എന്നും വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഗോപി. ശരി, ചുരുക്കത്തിൽ അടുത്ത 3 ദിവസം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 3 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു. അലക്സറ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.